സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായി ഒരു ചെമ്മീൻ മസാല ഉണ്ടാക്കാം. ഇത് ശരിക്കും സിമ്പിളായി തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കുകയും ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് മസാലകളുടെ ഒന്നും ആവശ്യവുമില്ല. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് മസാല ചേർത്ത് വയ്ക്കാം. ഇത് 250 ഗ്രാം ചെമ്മീനാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നമുക്കിതൊന്ന് ചേർത്തെടുക്കാം. ഇത് തരിതരിയായി പൊടിച്ച കുരുമുളകാണ്. അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് നമുക്കിതൊന്ന് ഇളക്കി വയ്ക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് 2-3 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയുമാണ്. അതൊന്ന് ചതച്ചെടുക്കാം. ഒരു പാനിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് ചതച്ചെടുത്ത കൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം.
ഇനി ഇതിലേക്ക് മസാല ചേർത്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് മൂടി വയ്ക്കുന്നതാണ് നല്ലത്. ഇനി ഇത് രണ്ട് ഭാഗവും മറിച്ചിട്ട ശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. മൂടി വയ്ക്കുന്നത് ആവിയിൽ കിടന്ന് വേവാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി വേവിക്കാം. ചെമ്മീൻ അധികം നേരം വേവിക്കരുത്, എന്താൽ അത് റബ്ബർ പോലെയാവും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. മല്ലിയില ഇല്ലെങ്കിൽ ഇടണമെന്നില്ല, കറിവേപ്പില മാത്രം ഇട്ടാലും മതി. ഇത് ബ്രെഡ്, ചോറ്, ചപ്പാത്തി എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല സ്വാദാണ്. ഇനി ഇത് എല്ലാം കൂടി ഇളക്കി ചേർത്ത ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് റെഡി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.